ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിൽ വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളേജ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൾറെഡി തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള ഇല്ലെങ്കിൽ ഇപ്പോഴും മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാസ് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഗ്രാസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ടുകളാണ്. എങ്ങനെയാണ് ഇതിൽ കൂടുതൽ പോയിന്റ്സ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ സെക്കൻഡ് എയർ ഡ്രോപ്പ് ഏതൊരു ഡേറ്റിലാണ് അവർ കൊണ്ടുവന്ന് തരിക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്കൊക്കെ യൂസ് ചെയ്ത് ബാൻ ആയി എന്ന് പറഞ്ഞാൽ എന്നെ എന്ത് ചെയ്യരുത്, കുറ്റമൊന്നും പറയരുത്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ അവൻ്റെ കമ്മ്യൂണിറ്റി പേജിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ അവിടെ കിടക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് TM എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോയിൽ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഇൻ്റർനെറ്റൊക്കെ കൊടുത്ത് ഇതിൻ്റെ പോയിന്റ്സ് ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അവൻ്റെ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ എലിജിബിൾ ആണോ എലിജിബിൾ അല്ലയോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ട കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള ഒരു ഏഞ്ചൽ മണ്ണിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അക്കൗണ്ടിൽ ഫ്രീ ആയിട്ട് 180 രൂപ കിട്ടാവുന്ന ഒരു ഇൻസ്റ്റൻറ്റ്, ഇപ്പോൾ GPay തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എമൗണ്ട് കിട്ടുന്ന ഒരു പൈസയും കൊടുക്കാതെ തന്നെ കിട്ടാൻ പറ്റുന്ന ഒരു ലൂട്ട് ഇപ്പോൾ അവിടെ എന്തായിട്ടുണ്ട്, എഗെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് UPI കൊടുക്കുന്ന ഒരു അതിൻ്റെ ഒരു ഏതിക്കാണ് നിങ്ങൾക്ക് കാശ് വേണ്ടത് ആ ഒരു UPI കൊടുക്കുന്ന ഒരു ഫംഗ്ഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ UPI കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് എവിടേക്കാണ്, പ്ലേ സ്റ്റോറിലേക്കാണ്. പ്ലേ സ്റ്റോറിൽ പോവുക, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യുക, അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ 180 രൂപ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോ. എന്നിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിൻ്റെ പ്രൊഫൈൽ സെക്ഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ എത്ര വേഗം ഇതൊരു ചെയ്യാൻ പറ്റും അത്ര വേഗം ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തിൽ പോകാം, ഗ്രാസിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഗ്രാസിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാസിൻ്റെ ഇപ്പോച്ച് 7 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇപ്പോച്ച് 7 ഏണിങ്സ് എൻ്റെ എന്ന് പറഞ്ഞാൽ 56.54K ആണ്. അതേപോലെ തന്നെ ടുഡേ ഏണിംഗ് എന്ന് പറഞ്ഞാൽ 918.75 പോയിൻറ്റ്സ് ആണ് ഞാൻ ഇന്ന് ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ 24 റെഫറൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള റെഫറൽസ് ഒക്കെ ഇവിടെ എന്താണ് പെൻഡിങ് ആയി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെസ്ക്ടോപ്പിലെ ആപ്പ് നിങ്ങളൊരു സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഡെസ്ക്ടോപ്പ് ആപ്പ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ 2.00x സ്പീഡിൽ തന്നെ നമുക്ക് എന്താണ് ഇവിടുന്ന് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ഏണിംഗ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ ദിവസവും എത്രത്തോളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ചെക്ക് വെബ്സൈറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു വാലറ്റ് കണക്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഏതൊരു സോൾ വാലറ്റ് ആണോ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു വാലറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എലിജിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ സോൾഫെയർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾറെഡി തന്നെ ഈ ഒരു സീസൺ 1 എയർ ഡ്രോപ്പിലേക്ക് എലിജിബിൾ ആയിരിക്കണം ഇവിടെ എന്താവുക, എലിജിബിൾ ആവുക. അപ്പോൾ നിങ്ങൾ ഇവിടെ എലിജിബിലിറ്റി ഇല്ല, നിങ്ങളൊരു എലിജിബിൾ അല്ല എന്നുള്ളൊരു കാര്യമാണ് കാണുന്നത്. ഇല്ലെങ്കിൽ സോറി ദിസ് അഡ്രസ് ഈസ് നോട്ട് എലിജിബിൾ എന്നുള്ളൊരു കാര്യമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പേടിക്കേണ്ട. നമ്മളൊക്കെ എന്താവും അടുത്ത സീസൺ 2 എയർ ഡ്രോപ്പിലേക്കായിരിക്കും നമ്മളൊക്കെ എലിജിബിൾ ആവുക. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വാലറ്റ് എലിജിബിൾ അല്ല. ഈ ഒരു വാലറ്റ് ഒക്ടോബർ 14, 2024 മുമ്പ് തന്നെ കണക്ട് ചെയ്യാത്ത കാരണമാണ്. അപ്പോഴൊക്കെയാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സീസൺ 1 ഞാൻ എലിജിബിൾ അല്ല. പക്ഷേ സീസൺ 2 നമ്മൾ എല്ലാവരും എലിജിബിൾ ആവാനുള്ള എല്ലാ കാര്യങ്ങളും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എപ്പോഴാണ് TGE ഡേറ്റ് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഡൗട്ട്. അപ്പോൾ ഒരു സീസൺ 2 എയർ ഡ്രോപ്പ് അതിൻ്റെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിലൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് എൻഡ് ഓഫ് ദ ഇയർ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്, ലാസ്റ്റ് 3 മാസത്തിലേക്ക് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഗ്രാസിൻ്റെ സീസൺ 2 എയർ ഡ്രോപ്പ് കിട്ടുക. അപ്പോൾ ആൾറെഡി തന്നെ ഇതൊരു ലിസ്റ്റായ ഒരു ടോക്കൺസ് ആണ് മേ ബി. അപ്പോൾ സപ്ലൈക്ക് നിങ്ങൾക്ക് വളരെയധികം കുറവായിട്ടായിരിക്കും ടോക്കൺ അലോക്കേഷനൊക്കെ കിട്ടുകയാണെങ്കിലും നിങ്ങൾ വളരെയധികം കൂടുതൽ പോയിന്റ്സ് ഏൺ ചെയ്താൽ മാത്രമാണ് നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇല്ലെങ്കിൽ ഒരു ഗ്രാസ് നെറ്റ്വർക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ യൂസേഴ്സ് വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെയുള്ള എക്സ്റ്റൻഷൻ ആഡ് ചെയ്യില്ലെങ്കിൽ അതിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്പ് ഒരുപാട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ പോയിന്റ്സ് ഏൺ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഇൻ്റർനെറ്റ് ബ്രൗസർ അവൈലബിൾ ആണ്.
ഗൂഗിളിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഫയർഫോഴ്സ് കാണാം, ഗൂഗിൾ ക്രോം കാണാം, മൈക്രോസോഫ്റ്റ് എഡ്ജ് കാണാം, ഒപ്പേര കാണാം, സഫാരി എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്നുള്ളത് കാണാം, ബ്രേവ് എന്ന് കാണാം, UC ബ്രൗസർ എന്ന് കാണാം, വിവാൽഡി എന്ന് പറഞ്ഞിട്ടുള്ള 38ഓളം വെബ് ബ്രൗസറാണ് നമ്മുടെ ഈ ഒരു ഗൂഗിളിൽ നോക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഓരോ വെബ് ബ്രൗസറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രാസിൻ്റെ നോഡ് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ ഇതിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ്. നേരെ മൈക്രോസോഫ്റ്റ് എഡ്ജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഡ്ജിലേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അതേ ജിമെയിൽ ഇല്ലെങ്കിൽ എൻ്റെ അതേ ഇമെയിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, മൈക്രോസോഫ്റ്റ് എഡ്ജിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതൊരു ബ്രൗസർ യൂസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു മെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രാസ് ലൈറ്റിൻ്റെ നോഡ് എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ്റെ ആഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഏത് ബ്രൗസറിലാണോ ഓപ്പൺ ചെയ്യുന്നത് അതിൽ പോയിട്ട് ഗ്രാസിൻ്റെ നോഡ് എക്സ്റ്റൻഷൻ എന്ന് സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ തന്നെ അവൈലബിൾ ആയി കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ടു അതിൻ്റെ വെബ് ബ്രൗസറിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ ടോപ്പിൽ ഇവിടെ എക്സ്റ്റൻഷൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാസ് ലൈറ്റ് നോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതേ മെയിൽ ID വെച്ചിട്ട് ഇല്ലെങ്കിൽ ഒരു ഏത് ബ്രൗസറിലാണെങ്കിലും അതേ ഗൂഗിളിൻ്റെ മെയിൽ ID ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രാസിൻ്റെ നോഡ് നമുക്ക് അവിടെ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര മാത്രം ഓരോ ബ്രൗസറിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രത്തോളം എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം കൂടുതൽ പോയിൻറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഏൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തായാലും മേ ബി ഒരു ഒക്ടോബർ ഒരു 28 ഇല്ലെങ്കിൽ നവംബറിലൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു സീസൺ 2 എയർ ഡ്രോപ്പ് വരിക. അപ്പോൾ അതുവരെ മാക്സിമം എത്രത്തോളം ബ്രൗസറിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ എത്രത്തോളം പോയിൻറ്റ്സ് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടോ അത്രത്തോളം പ്രോഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പോയിന്റ് കൂടുന്നുണ്ടോ ഇല്ലെങ്കിൽ എത്രത്തോളം പോയിൻറ്റ്സ് ഒക്കെ ആയെന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്തിട്ട് എല്ലാവരും വീഡിയോ ഈ കാര്യങ്ങൾ പറഞ്ഞൊക്കെ ചെയ്യുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.